ഹലോ ഗൈസ്, വെൽക്കം. വണക്കം. അതിവൈകാരികത മലയാളികൾക്ക് സമ്മാനിക്കാൻ സാധ്യതയുള്ള ഒരു ഓർമ്മയിൽ പോലും വേദന ചിലപ്പോൾ നമ്മുടെ കണ്ണിൽ ഈർന്നണിയിക്കാൻ കഴിവുള്ള ആ ഒരു അധികം അങ്ങനെ മറ്റും പല വ്യക്തികളും നമ്മുടെ ജീവിതത്തിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ നിന്ന് വിട്ടുപോയിട്ടും ചിലപ്പോൾ നമുക്ക് നേരിട്ട് കണ്ടിട്ട് കൂടി ഇല്ലാത്ത ആൾക്കാർക്ക് പോലും ഇന്നും കണ്ണുനീരാണ് നമ്മുടെ മണിച്ചേട്ടൻ. ചാലക്കുടിയുടെ മാത്രമല്ല, നമ്മുടെ എല്ലാവരുടെയും കണ്ണുനീര് തന്നെയാണ് മണിച്ചേട്ടൻ. വളരെ നാളുകൾക്ക് ശേഷം മണിച്ചേട്ടൻ്റെ ഭാര്യ നിമ്മി എന്താ പറയുക, അവരുടെ ആ ഒരു നിശബ്ദതയിൽ നിന്നും അവർ സംസാരിക്കാൻ തുടങ്ങിയിരിക്കുകയാണ്, അഥവാ സംസാരിക്കുന്നു. ഒരു കലാകാരി, അതൊരു എഴുത്തുകാരി എന്തുമാണ്, അദ്ദേഹം അവിടെ പോയി ഒരു നടത്തുന്നൊരു അഭിമുഖം പുറത്ത് വന്നിട്ടുണ്ട്. നമുക്കതിൻ്റെ പ്രസക്ത ഭാഗങ്ങൾ കാണാം. പക്ഷേ ഏറ്റവും വലിയ ഹൈലൈറ്റ് ആയിട്ട് എനിക്ക് ഇതിനകത്ത് തോന്നുന്നത് അതിൻ്റെ തുടക്കമാണ്. ദാ, നേരെ പടിഞ്ഞാറ് സൂര്യൻ, താനേ മറയുന്ന സൂര്യൻ, ഇന്നലെ ഇത്തറവട്ടില് തത്തിക്കളിച്ചൊരു പൊൻസൂര്യൻ, തെല്ലു തെക്കെ പുറത്തെ മുറ്റത്ത് 6 അടി മണ്ണിലുറങ്ങയല്ലോ, തെല്ലു തെക്കെ പുറത്തെ മുറ്റത്ത് 6 അടി മണ്ണിലുറങ്ങയല്ലോ. ഈ പാട്ട് ഞാനിത് ഒരു പ്രീ പ്ലാനും ഒന്നുമില്ല. എന്നെ അദ്ദേഹത്തിൻ്റെ ആ ഒരു ശരീരം, അല്ലെങ്കിൽ അദ്ദേഹം ജീവനറ്റു എന്ന് കേട്ടപ്പോൾ ഈ ഒരുപാട് ഞെട്ടലോടെ കേട്ട മലയാളികളിൽ ഒരാളാണ് ഞാനും. ഇന്നും ആ ഞെട്ടൽ ശരിക്കും മാറിയിട്ടില്ല. ഇന്നും എവിടെയോ ആ പാട്ട് കേൾക്കുമ്പോഴും കണ്ണുനീരാണ്. എവിടെ മണിച്ചേട്ടനെന്ന് കേട്ടാലും ഒരു വേദനയാണ്. സത്യം പറഞ്ഞാൽ അത് എന്ത് കാരണമെന്ന് എനിക്കറിയത്തില്ല. ആ മനുഷ്യനെ എത്രത്തോളം സ്നേഹിക്കുന്നു, അത് എന്തുകൊണ്ടാണെന്ന് എനിക്കും പറയാൻ അറിയത്തില്ല. അത്രയും നല്ലൊരു മനുഷ്യ സ്നേഹി നമ്മളെ വിട്ടുപോയി. ഇന്ന് അദ്ദേഹത്തിൻ്റെ കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് നമ്മൾ അദ്ദേഹത്തിന് അടക്കിയിരിക്കുന്ന ആ സ്ഥലം നമ്മൾ കാണുന്നത്. മണിച്ചേട്ടൻ തന്നെ പാടിയ പാട്ടുകളുടെ വരികളാണ്. നേരെ പടിഞ്ഞാറ് സൂര്യൻ, താനേ മറയുന്ന സൂര്യൻ, ഇന്നലെ ഈ തറവാട്ടിൽ തത്തിക്കളിച്ചൊരു പൊൻസൂര്യൻ, തെല്ലു തെക്കേ പുറത്തെ മുറ്റത്ത് 6 അടി മണ്ണിൽ ഉറങ്ങിയല്ലോ. അത് മണിച്ചേട്ടനെ കുറിച്ച് മണിച്ചേട്ടൻ തന്നെ എഴുതിയതുപോലെ അറം പറ്റുന്നത് പോലത്തെ ഒരു വാക്കായിരുന്നോ, ആ വരികളായിരുന്നു എന്ന് ഇപ്പം നമുക്ക് തോന്നിപ്പോകും. കാരണം ഒരു കാരണവർ ഇറങ്ങിപ്പോയ ഒരു വീടിൻ്റെ അവസ്ഥ പോലെ തന്നെയാണ് ഇന്ന് മലയാളികളുടെ മനസ്സിൽ നിന്ന് ഇറങ്ങിപ്പോയ മണിച്ചേട്ടൻ. ആ പാട്ടുകളൊന്നും അവശേഷിക്കുന്നു. എന്തായാലും നിമ്മി ചേച്ചി എന്താണ് പറയുന്നുള്ള കാര്യം നിങ്ങളെപ്പോലെ ഞാൻ കേൾക്കാൻ ആകാംക്ഷാഭരിതനാണ്. കേൾക്കാം. എന്തായാലും ഈ വീഡിയോ നമുക്ക് മുമ്പിലേക്ക് എത്തിച്ച പ്രിയ ഷൈൻ എന്ന് പറയുന്ന ആ ഒരു കലാകാരിക്ക് ഒരു നന്ദി, നമസ്കാരം. കാരണം മണിച്ചേട്ടൻ്റെ ഭാര്യയെ അവിടെ ഉണ്ടായിട്ടും എന്തുകൊണ്ട് നമ്മുടെ മറ്റാരും അവിടേക്ക് എത്തിയിട്ടില്ല എന്നുള്ളൊരു ചോദ്യമുണ്ട്. ചിലപ്പോൾ അവർ അനുവദിക്കാഞ്ഞിട്ടാണോ എന്ന് എനിക്കറിയത്തില്ല. മണിച്ചേട്ടൻ്റെ ദേഹവിയോഗത്തിന് ശേഷം ഒരുപാട് കൂരമ്പുകൾ അങ്ങോട്ട് ചെന്ന് തറയ്ക്കുന്ന രീതിയിലേക്കുള്ളൊരു കാര്യമൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പോഴും എനിക്ക് സങ്കടം തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്നവർ ആ ഒരു മൗനം വെടിഞ്ഞ് സംസാരിക്കുന്നു. കേൾക്കാം. അതിന് ഈ കലാകാരിക്കും ഒരുപാട് നന്ദി. അതുല്യ പ്രതിഭ കലാഭവൻ മണിച്ചേട്ടന്റെ ഭാര്യയായ നിമ്മയെയാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ ഇന്നത്തെ എന്താ പറയുക വനിത ആ ഒരു ദിനത്തിൽ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ കാണിച്ചു തരുന്നത് അതായത് ഒരു യാതൊരു തിറപ്പകട്ടുമില്ല. ഓക്കെ, വനിതാ ദിനത്തോടനുബന്ധിച്ചിട്ടാണ് നിമ്മി ചേച്ചിയെ കാണാൻ വേണ്ടിയിട്ട് പോയിരിക്കുന്നത്. എന്തായാലും അതൊരു നല്ലൊരു കാര്യമായിരുന്നു. വനിതാ ദിനത്തിൽ അർഹിക്കുന്ന ഒരു വനിതയെ തന്നെ അതിനകത്ത് കൊണ്ടുവന്നു എന്നുള്ളൊരു കാര്യം സത്യം നല്ലൊരു കാര്യം. ഇന്നത്തെ സാഹചര്യത്തിൽ പലരും ഇത്ര ഉയർച്ചയിലെത്തിയാലും പിന്നോട്ട് തിരിഞ്ഞു നോക്കാൻ മടിക്കുന്ന ആ ഒരു രീതിയാണ്. പക്ഷെ അതല്ല, നമ്മൾ 3 നേരം ഭക്ഷണം കഴിച്ച് സുഖിച്ച് ജീവിക്കുമ്പോഴും ഇതുപോലെ കഴിക്കാനും സമൂഹത്തിൽ ഇതുപോലെ അവസ്ഥകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് പേര് ഉണ്ടെന്നുള്ളത് നമ്മൾ എന്താ പറയുക, നമ്മുടെ ജീവിതാനുഭവത്തിൽ കൂടെയും എൻ്റെ ആയാലും മനുഷ്യരുടെ ആയാലും ഞങ്ങളൊരുപാട് കഷ്ടപ്പാടും ദുരിതവും എന്താ പറയുക പട്ടിണിയൊക്കെ അനുഭവിച്ച് കടന്നു പോകുന്ന ഒരു കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നവരാണ്. അതുകൊണ്ട് തന്നെ അങ്ങനത്തെ ഒരു അവസ്ഥ കണ്ടപ്പോൾ പെട്ടെന്ന് നമ്മുടെയൊക്കെ ഒരു ബാല്യകാല ഈ നമ്മുടെ ഇതിൻ്റെ ഈ ഒരു വീഡിയോ എടുത്ത ആ ഒരു പുള്ളിക്കാരിയുടെ ഒരു കവിതയുടെ ഔപചാരികമായിട്ട് അതിൻ്റെ പ്രകാശനം നിമ്മി ചേച്ചിയാണ്, അഥവാ നമ്മുടെ മണിച്ചേട്ടൻ്റെ ഭാര്യയാണ് നടത്തിയിരിക്കുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് ഇവർ സംസാരിക്കുന്നത്, ഇപ്പോൾ നമ്മൾ മണിച്ചേട്ടനെ നമ്മൾ കൂടുതൽ അറിഞ്ഞിട്ടും നിമ്മി ചേച്ചി നമ്മൾ അധികം അറിഞ്ഞിട്ടില്ല. അവർ പറഞ്ഞ് നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടിലൂടെ മണിച്ചേട്ടൻ്റെ കൂടെ കഴിയുന്ന സമയങ്ങളിലും അല്ലെങ്കിൽ ഒത്തിരി ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളൊരു കാര്യം അവർ പറയുകയാണ്. ശരിക്കും ഞാനൊക്കെ ഇതൊക്കെ ആദ്യമായിട്ടാണ് അതൊക്കെ കേൾക്കുന്നത്. ഓക്കെ, എപ്പോഴെങ്കിലും നിമ്മി കണ്ട മണിച്ചേട്ടൻ നിന്ന നിമ്മിക്ക് ഏറ്റവും അദ്ദേഹം നമ്മുടെ ഒരു അനുഭവം ഒന്ന് പങ്കുവയ്ക്കാമോ? അങ്ങനെയെന്ന് വെച്ചാൽ ഇപ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൽ സംബന്ധിക്കുകയാണെങ്കിൽ ഇപ്പോൾ മകള് ജനിക്കുന്ന സമയത്ത് മനുഷ്യേട്ടൻ എന്നെ
ഓപ്പറേഷന് സോറി ഡെലിവറിക്ക് കൊണ്ടുപോകുന്ന സമയത്ത് മനുഷ്യർക്ക് എന്റെ അടുത്തുണ്ടായിരുന്നു. ഏതൊരു സ്ത്രീയായാലും നമുക്ക് ആ ഒരു സമയത്ത് നമ്മുടെ ഭർത്താവ് വേണം, സാമീപ്യം ഭയങ്കരമായിട്ട് വേണ്ടി. അപ്പൊ ആ സമയത്ത് എന്നെ അന്ന് എന്താണ് മാതൃഭൂമിയുടെ ഒരു അവാർഡ് നടക്കുന്നു. അപ്പൊ അന്ന് രാവിലെ ഞാൻ ശ്രദ്ധിച്ചത് ആ ഒരു എഴുത്തുകാരിയാണ് തോന്നുന്നു. ഓക്കെ, അദ്ദേഹത്തിനോട് മണിച്ചേട്ടൻ്റെ ഭാര്യ സംസാരിക്കുന്ന ഒരു ശൈലിയും ആ ശരീരഭാഷയും അത് എന്ന് വെച്ചാൽ അവരെ ഒരു ലെജൻഡിൻ്റെ ഭാര്യയാണ്. അത് വേണമെങ്കിൽ ചിലപ്പോൾ ചെറിയൊരു അഹങ്കാരമൊക്കെ കാണിക്കാം, അല്ലെങ്കിൽ എന്തോ എനിക്കറിയത്തില്ല. അവർ വളരെ ഒരു വെറും പാവമായിട്ട് തോന്നുന്നു കേട്ടോ, വെറും ഒരു പാവമായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നു. എന്തായാലും ഓക്കെ. അടുത്ത പ്രോഗ്രാമിന് പോകാൻ പോയിപ്പോ ചോദിച്ചു, ഞാൻ പോയിക്കോട്ടെ, വയ്യായി ഒന്നും ഇല്ലല്ലോ, അങ്ങനെയാണെങ്കിൽ ഞാൻ പോണില്ല, ഇത്രയും വലിയ ഫംഗ്ഷൻ ആയ പോലും ഞാനത് വേണ്ടെന്ന് വെക്കാം, ഞാൻ പോണില്ല എന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് പ്രത്യേകിച്ച് അങ്ങനെ വയ്യായികയോ ക്ഷീണോ തളർച്ചയൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെന്ന് പറഞ്ഞാൽ ഇത്രയും വലിയൊരു അന്ന് ആങ്കറിംഗ് ആയിരുന്നു ചെയ്യാൻ വിചാരിച്ചത്. അപ്പൊ നമ്മുടെ ഒരു ഇതുകൊണ്ട് അത്രയും വലിയൊരു പ്രോഗ്രാമിന് ഒരു ഇത് വേണ്ട എന്ന് വെച്ചിട്ട് ഞാൻ പോയിക്കോളാൻ പറഞ്ഞു. ഓക്കെ, അത് കഴിഞ്ഞ് പിന്നെ വൈകിട്ടൊക്കെ ആയപ്പോഴത്തേനാണ് എനിക്ക് പെയിനൊക്കെ തുടങ്ങിയത്. അപ്പൊ ആ സമയത്ത് ഞാൻ മനുഷ്യനെ ഹോസ്പിറ്റലിൽ പോകാനായിട്ട് വിളിച്ചപ്പോഴൊന്നും കിട്ടണ്ടായിരുന്നില്ല, കാരണം ആള് പ്രോഗ്രാമിന് തിരക്കിലൊക്കെയായിരുന്നു. അത് കഴിഞ്ഞ് തന്നെ ഡെലിവറിക്ക് കേട്ടിപ്പോഴും എനിക്ക് വല്ലാത്ത വിഷമമായിരുന്നു, എൻ്റെ അടുത്തുണ്ടായില്ലല്ലോ ആ ഒരു സമയത്ത് എന്ന് പറയുന്നത്. ഇത് കഴിഞ്ഞ് പിന്നെ മകള് ജനിച്ച കാര്യം മനുഷ്യരുടെ സത്യത്തിൽ ആ സമയത്ത് അറിഞ്ഞിരുന്നില്ല, പ്രോഗ്രാമിലായിരുന്നു. അപ്പൊ മരിച്ചുപോയല്ലോ ഇതാ സാറാണ് അത് അവളോട് പറഞ്ഞത് കഴിഞ്ഞ് പിന്നെ എന്റെ മനസ്സിൽ പിന്നെ എനിക്ക് ഓർമ്മ പോയപ്പോഴും ഓർമ്മ വീണപ്പോഴും ഞാൻ ആദ്യം മോളേക്കാൾ കൂടുതൽ ഞാൻ മനുഷ്യന്റെ അടുത്ത് വന്നോ ആ ഒരു കാര്യം ഞാൻ തിരക്കില്ല. അപ്പൊ അതൊക്കെ കഴിഞ്ഞ് മനുഷ്യൻ എത്തിയപ്പോൾ 2 മണിയായിരുന്നു. ഓടി വന്ന് എന്നെ കണ്ടു, മോളെ കണ്ടു, ആ ഒരു അവസ്ഥ. അപ്പൊ മനുഷ്യനും ഏറ്റവും കൂടുതൽ ഫീൽ ചെയ്തതെന്ന് വെച്ചാൽ ഇത്രയും ദിവസം കുറെ ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ ക്യാൻസൽ ചെയ്ത് എന്റെ അടുത്ത് ഇരുന്നപ്പോഴും ഇങ്ങനൊരു സാഹചര്യം ആൾക്ക് വരാൻ പറ്റില്ലല്ലോ. അപ്പൊ ആ ഒരു സമയത്ത് ആൾക്ക് ഭയങ്കരമായിട്ട് വിഷമമായി. എനിക്ക് ഇങ്ങനെ ഇത്രയും നാളെ ഞാൻ പോവാണ്. ഇത്രയും മഹാനായ മണിച്ചേട്ടന് സ്വന്തം ഭാര്യ പ്രസവിക്കുന്ന ആ ദിവസവും അദ്ദേഹത്തിന് പ്രോഗ്രാം സ്റ്റേജിലേക്ക് അല്ലെങ്കിൽ വാക്ക് കൊടുത്ത പ്രോഗ്രാമിന് പോകുന്നൊരു വാക്ക് പാലിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് തന്നെ പുള്ളിക്ക് വേണമെങ്കിൽ ചിലപ്പോൾ അത് ക്യാൻസൽ ചെയ്യാം. പക്ഷേ അതിന് പോകാൻ ഭാര്യയെ സമ്മതിക്കുന്നു, അദ്ദേഹം പോകുന്നു. ഈ നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിൽ കുറേ, ഞാൻ എല്ലാവരും അല്ല കേട്ടോ അടച്ചാക്ഷേപിക്കുന്നു അല്ലെങ്കിൽ കുറ്റം പറയുന്നൊന്നുമല്ല, കുറേയധികം ഈ സ്റ്റേജ് പ്രോഗ്രാം ചെയ്യുന്ന കുറേ ആൾക്കാരൊക്കെ ഉണ്ട്. ഒരു സ്റ്റേജിലൊന്ന് കയറി പ്രോഗ്രാം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പിന്നെ അവർ സമൂഹത്തിൻ്റെ അകത്ത് കാണിച്ചു കൂട്ടുന്ന ചില അരാജകത്വമൊന്നുമല്ല, ഈ അഹങ്കാരം. നിങ്ങൾക്ക് കുറേ അധികം ആൾക്കാരെ ഇപ്പോൾ കാണാൻ പറ്റും, അവരെന്തോ ആണെന്നുള്ള രീതിയിൽ. അങ്ങനെയാണെങ്കിൽ ഈ മണിച്ചേട്ടന് ശേഷം വന്നിട്ടുള്ള ഈ കാലഘട്ടത്തിലുള്ള അദ്ദേഹവുമായിട്ട് യാതൊരു കമ്പാരിസൺ നടത്താൻ വേണ്ടിയിട്ട് എല്ലാവരും യൂണീക്കാണ്, ആരെയും കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല കലയുടെ കാര്യത്തിൽ. എങ്കിലും ഇന്ന് പലതും കാണിക്കുന്ന സമയത്ത് അദ്ദേഹം ഇപ്പോൾ ഈ പറഞ്ഞ അദ്ദേഹത്തിൻ്റെ ഭാര്യ പൂർണ്ണ ഗർഭിണിയായി പ്രസവിക്കാൻ വേണ്ടി കിടക്കുന്ന ആ ഒരു അവസ്ഥയിൽ വേണമെങ്കിൽ മണിച്ചേട്ടന് ആ പ്രോഗ്രാം വരെ വേണമെങ്കിൽ മാറ്റി വെച്ചിട്ട് നിൽക്കാമായിരുന്നു. പക്ഷേ അദ്ദേഹം പോയി, പ്രോഗ്രാം കഴിഞ്ഞു, തിരിച്ചു വന്നു, കണ്ണു നിറഞ്ഞു. ആ ഒരു വേദനയൊക്കെ പറയുമ്പോൾ നമ്മുടെ മുമ്പിലൊരു ചിത്രം പോലെ അത് കാണാൻ വേണ്ടിയിട്ട് പറ്റും. എന്താല്ലേ ഇപ്പോഴും എനിക്ക് ഇങ്ങനൊരു സാഹചര്യം വരുന്നുള്ള ആ ഒരു പ്രതീക്ഷിച്ചിരുന്നെങ്കിലും അത് വന്നില്ല. പക്ഷെ ഇപ്പൊ ഞാനില്ല, ഒന്ന് മാറിയുന്ന സമയത്താണ് അപ്പൊ എനിക്കത് കൊണ്ടുപോകാനും കാണാനും ആ ഒരു വന്നില്ലല്ലോ എന്ന് വെച്ചിട്ട് ഭയങ്കര സങ്കടമായിട്ട് പിന്നെ മോളൊക്കെ കണ്ട് അതൊക്കെ മാറി. അദ്ദേഹത്തിനെ കുറിച്ച് പറയുമ്പോൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും, വാചാലയാകുന്നതായിട്ടാണ് കാണുന്നത് ആ സ്ത്രീ. എത്രമാത്രം ആ ഒരു മനുഷ്യനെ ഉള്ളിൻ്റെ ഉള്ളിൽ എത്രമാത്രമാണ് കൊടുത്തിരുന്ന സ്ഥാനം എന്നുള്ള കാര്യം. ചില കാര്യങ്ങളിലെങ്കിലും നമ്മൾ ചിലപ്പോൾ അവരെ സത്യങ്ങളോ അത് അവരെന്താണ് അനുഭവിച്ചെന്നുള്ളതോ അറിയാതെ പൊതുവിലൊരു പൊതുബോധം സൃഷ്ടിക്കുന്നതിൻ്റെ ഒരു ഭാഗമായിട്ട് ചിലപ്പോൾ നമ്മളെല്ലാവരും അവരെ തെറ്റിദ്ധരിച്ചേക്കാം. പക്ഷേ കാലം ഇപ്പുറം കുറച്ചു കാലം കഴിയുമ്പോൾ എവിടെയെങ്കിലും ഒരു ചെറിയ അവരുടെ ഒരു നോട്ടം കൊണ്ടോ ഒരു ചിരി കൊണ്ടോ ചിലപ്പോൾ നമുക്ക് നമ്മൾ ചെയ്ത് തെറ്റായി പോലും തോന്നിയേക്കാം. അങ്ങനെ സാഹചര്യമാണോ ഇവിടെ ഉണ്ടാകുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ആ ഒരു സ്ത്രീയെ കുറേ അധികം ആൾക്കാരെങ്കിലും കുറേ മോശമായ വാക്കുകളും മറ്റുള്ള കാര്യങ്ങളൊക്കെ എന്തൊക്കെയൊക്കെ പറഞ്ഞായിട്ട് ഞാൻ ചില സ്ഥലങ്ങളിൽ കണ്ടിട്ടുണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. പക്ഷേ എനിക്കന്നും ഇന്നും അത് മണിച്ചേട്ടൻ്റെ ഭാര്യ എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ സ്വന്തം വീട്ടിലെ ഒരു ചേട്ടത്തിയമ്മ പോലത്തെ ഒരു മനോഭാവം തന്നെയാണ്. ഭയങ്കര ഇന്റിമസി തോന്നിയ പാട്ട്. അത് ചേട്ടൻ ഇപ്പൊ എത്രയോ ആയിരക്കണക്കിന് പാടിയിട്ടുണ്ട്, എന്നാലും ഉണ്ട്. പക്ഷെ അത് ഇറങ്ങിയപ്പോഴായാലും ഇപ്പൊ ഈ സമയത്തായാലും നമുക്ക് ഏറ്റവും മനസ്സിനെ ടച്ച് ചെയ്യുന്നത് നിന്നാമിനിങ്ങ പാട്ടാണ്. അപ്പൊ നിമി അതിനകത്ത് ഏറ്റവും വലിയൊരു സന്തോഷം ആ നിന്നാമിനിങ്ങ എന്നുള്ള ഗാനത്തിൽ എന്റെ മകൻ അദ്വൈത് ഷൈനാണ് അതിന്റെ ചെറുപ്പകാലം കലാഭമണിച്ചേട്ടനെ അഭിനയിച്ചത്. അപ്പോഴത്തേക്കും കലാഭമണിച്ചേട്ടന്റെ ഓക്കെ. അപ്പോൾ ഇതിനകത്ത് അദ്ദേഹത്തിൻ്റെ മിന്നാമിനുങ്ങേ എന്നുള്ള പാട്ട് അറിയില്ലേ? മിന്നാമിനുങ്ങേ മിന്നും മിനുങ്ങേ എങ്ങോട്ടാണ് ഈ തിടുക്കം,
നീ തനിച്ചല്ലേ പേടിയാകില്ലേ കൂട്ടിനു ഞാനും വന്നോട്ടെ. അത് പുള്ളി പാടുന്ന സമയത്ത് ആ പാട്ടിനൊരു ജീവനുണ്ടാവും ഇല്ലേ? നേരത്തെ ആ പറഞ്ഞ നേരെ നേരെ പടിഞ്ഞാറ് സൂര്യൻ എന്ന് പാടിയതാലും ഇപ്പോൾ ഈ മിന്നാമിനിങ്ങ ആയാലും നമുക്കിത് കേൾക്കുമ്പോൾ തന്നെ അത് വേറൊരു ലോകം. ആ വാക്കിൻ്റെ ഡെപ്ത് അർത്ഥം മനസ്സിലാക്കി പാടുന്ന സമയത്ത് അതിന് വേറൊരു അർത്ഥം തന്നെ ഉണ്ട്. എന്തല്ലേ. ഇനി അദ്ദേഹത്തിൻ്റെ സ്നേഹിക്കുന്ന മനുഷ്യർ ആ കമൻറ്റ് ബോക്സിൽ നിറയെ ഇതാണ് ഭർത്താവിനെ സ്നേഹിക്കുന്ന യഥാർത്ഥ ഭാര്യ, ജനങ്ങളുടെ മനസ്സിൽ എപ്പോഴും ജീവിച്ചിരിക്കുന്ന പ്രിയപ്പെട്ട മണിച്ചേട്ടൻ്റെ ഭാര്യ എന്ന നിലയിൽ ചേച്ചിയോട് ബഹുമാനം തോന്നുന്നു നിമ്മി ചേച്ചി. ഈ ഇടയിൽ മരണപ്പെട്ട ഒരു കലാകാരൻ്റെ പേര് പോലും എന്താണ് ഉദ്ദേശിച്ചത്? ആദരവ്. തീർച്ചയായിട്ടും മണിച്ചേട്ടൻ്റെ ഭാര്യയെപ്പറ്റി അറിയാൻ ആഗ്രഹിച്ചിരുന്നു. ഇങ്ങനൊരു വീഡിയോ ചെയ്തതിന് നന്ദി. മകൾ ഇപ്പോൾ എന്ത് ചെയ്യുന്നു എന്നൊക്കെയുള്ള കമൻറ്റ്. മകൾ ഡോക്ടറായി. ഞാനും ഇപ്പോൾ അറിയുന്നു. വളരെ സന്തോഷമുള്ള കാര്യം. മണിച്ചേട്ടൻ ഓർക്കാത്ത ഒരു ദിവസം പോലുമില്ല മണിച്ചേട്ടൻ്റെ പാട്ടുകളും. പക്ഷേ അപ്പോഴൊക്കെ ചിന്തിക്കുന്നത് ഭാര്യയും മോളും ഇപ്പോൾ എവിടെയാണ് എന്നായിരുന്നു. മണിച്ചേട്ടൻ്റെ ആഗ്രഹം പോലെ മോൾ ഡോക്ടറായോ. മണിച്ചേട്ടനെ ഒന്ന് കാണാൻ വല്ലാത്ത ആഗ്രഹമായിരുന്നു. അത് സാധിച്ചില്ല. ഭാര്യയും മോളും കണ്ട് സംസാരിക്കണമെന്നുണ്ടായിരുന്നു. 7ാം ചരമദിനത്തിലും 8ാം ചരമദിനത്തിലും വന്നിരുന്നു. പക്ഷേ നിമ്മി ചേച്ചിയും മോളും അവിടെ ഇല്ലാതെന്ന് അറിഞ്ഞു. ഈ വർഷം വരാനും കഴിഞ്ഞില്ല. ചേച്ചിക്കും മോൾക്കും എല്ലാ നന്മകളും ഉണ്ടാവട്ടെ. ആൾക്കാരുടെ കരുതൽ, സ്നേഹം ആ ഒരു കുടുംബത്തിന് കൊടുത്തേക്കുന്നൊരിത് വേറൊന്നുമല്ല. ആ കലാഭവൻ മണി എന്നുള്ളൊരു മനുഷ്യസ്നേഹി. അദ്ദേഹത്തിന് ഇങ്ങനെ സംഭവിച്ചപ്പോഴുണ്ടായ കേരളത്തിൻ്റെ ഒരു കരച്ചിലെന്നൊക്കെ പറഞ്ഞാൽ അത് ഒരിക്കലും 2 വ്യക്തിത്വങ്ങൾ മലയാളത്തിൽ എപ്പോഴും എക്കാലത്തും ഒരു കണ്ണുനീരായിട്ട് നിൽക്കുന്ന 2 വ്യക്തിത്വങ്ങൾ. അതിലൊന്ന് നമ്മുടെ കലാഭവൻ മണിച്ചേട്ടനാണ്, മറ്റൊന്ന് ശ്രീ ജയനാണ്. ആ 2 പേരുടെ കാര്യവും ഇന്നും നമുക്കൊരു കണ്ണുനീര് തന്നെയാണ്. ജീവിച്ചിരിക്കുമ്പോൾ കൂട്ടുകാരും കുപ്പിയും ആഘോഷമായി നടക്കുന്ന ആരും ചിന്തിക്കില്ല എന്ന് നമുക്ക് വേണ്ടി ജീവിക്കുന്നവർ നമ്മുടെ ഭാര്യയും മക്കളും മാത്രമാണെന്ന്. നാളെ നമുക്ക് എന്തെങ്കിലും സംഭവിച്ചാലും ശിഷ്ടകാലം നമ്മുടെ ഓർമ്മയിൽ വേദനിക്കുന്നവരും അവർ മാത്രമാണ്. ഏറെക്കുറെ അതൊരു സത്യം തന്നെ ആയിരിക്കാം. നിമ്മിക്ക് നല്ല മനസ്സാണ്. ആ സംസാരത്തിൽ കൂടി മനസ്സിലാകുന്നു. മോളും നല്ല നിലയിലെത്തട്ടെ. അത് തന്നെ ആ ഒരു നല്ല മനസ്സാണ്. നിങ്ങൾ ആ കാണുന്ന ആൾക്കാർ നമ്മൾ ചിന്തിക്കുന്ന ഒരേ അവസ്ഥയിലാണ്. നല്ലൊരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് മണിച്ചേട്ടൻ്റെ നിമ്മി. അവതാരകയോട് വലിയ നന്ദി നിമ്മിയെ കാണാൻ പോയതിന്. സീരിയസ്ലി എനിക്കും അത് തന്നെ. അങ്ങനെ കാണിച്ചു തന്നല്ലോ ആ ഒരു കുടുംബത്തിൻ്റെ ഒരു സ്നേഹം. ഒരു നല്ല സ്ത്രീ രൂപമാണ് നിമ്മി. ഇവിടെ ആളുകൾ ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ അവരുടെ പേര് കളയാൻ വേഷം കെട്ടി നടക്കുമ്പോൾ ഒരു ഫ്രെയിമിലും ഇവരെ കണ്ടിട്ടില്ല ഞാൻ നിമ്മി എന്നൊക്കെ പറയുന്നു. ഈ പാവ സ്ത്രീയെപ്പറ്റി എന്തെല്ലാമാണ് ആ സമയത്ത് ആളുകൾ പറഞ്ഞത്. കറക്റ്റ്. ഞാൻ നേരത്തെ പറഞ്ഞത് ഒന്ന് കാണാൻ ഞാൻ കൊതിച്ചിരുന്നു, ഇപ്പോൾ കാണാൻ പറ്റി, വലിയ സന്തോഷം എന്ന് പറയുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ എടുത്ത ചേച്ചിക്കും ഒത്തിരി നന്ദി. നിമ്മി ചേച്ചി ഒന്ന് കാണിച്ചു തന്നതിന്, മണിച്ചേട്ടൻ്റെ ഓർമ്മകളിലേക്ക് കുറച്ച് നേരമെങ്കിലും നിങ്ങൾ കൊണ്ടുപോയതിന് എന്നെക്കാട്ടിൽ ഏറ്റവും വലിയ നന്ദി. ആ തുടക്കത്തിൽ നിങ്ങൾ ആ മണിച്ചേട്ടൻ്റെ ആ ഒരു ശവകുടീരം കാണിച്ചു തന്നതല്ലേ, എനിക്കതാണ് ഏറ്റവും കൂടുതൽ എന്നെ ഒരേ സമയത്ത് സന്തോഷിപ്പിക്കുകയും വേദനിപ്പിക്കുകയും ചെയ്തൊരു മൊമെൻറ്റ്. എന്തായിരുന്നാലും നമ്മളെ ഇതെല്ലാം കണ്ടുകൊണ്ട് മോളിരിക്കുന്ന മണിച്ചേട്ടന് ഈ ഒരു നിമിഷം കൂടെ ഓർത്തുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ മണിച്ചേട്ടനെക്കുറിച്ചുള്ള നിങ്ങൾക്ക് എന്താണോ പറയാനുള്ളത് അതൊക്കെ താഴെ എഴുതുക. വായിക്കുമ്പോൾ എനിക്കൊരു സന്തോഷമായിരിക്കുമല്ലോ.